അങ്ങനെ അങ്ങനെ സ്കോട്ട്ലാൻഡിലേക്കുള്ള ലോഡും കയറ്റി. ലോഡെന്നുള്ള പി കിറ്റ് ഉണ്ടാ. പി കിറ്റ് 3000 kg ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സ്ട്രാപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ലോഡ് ഭയങ്കര റേറ്റ് ആയിരുന്നു. സാധാരണ 26,000 27,000 ഒക്കെ നമ്മൾ എടുക്കാറ്. ഇന്ന് 3,000 ഉള്ളൂ. അങ്ങനെ ഫുൾ പെല്ലറ്റായിരുന്നു. പക്ഷേ ലൂസ് ഇതായിരുന്നു, ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ജേണി കണ്ടിന്യൂ ആണ്. അങ്ങനെ ബ്രേക്കിന് സമയത്ത് നമ്മൾ നിസ്കരിക്കാനുള്ള ഒരു ചെറിയൊരു സൈഡ് ഡോറിൽ നിർത്തി, ലേബയിൽ നമ്മൾ നിർത്തി. അവിടെ സ്കാരൊക്കെ കഴിഞ്ഞ് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബ്രെഡും ജാമാണ്. UK-യിലും യൂറോപ്പിലൊക്കെ നമുക്ക് 4 hours 30 minutes നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് നമ്മൾ 4 hours 31 minutes ആയി കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എടുത്തില്ലെങ്കിൽ നമുക്കൊരു അത് ഒരു ഫൈനാണ്. ലീഗൽ ഇൻഫ്രിഞ്ച്മെൻറ്റ്, നമ്മുടെ ലൈസൻസ് ഇൻഫ്രിഞ്ച്മെൻറ്റ് കയറും. അപ്പോൾ 4 hours 30 minutes മുമ്പ് നമ്മൾ 45 minutes നമ്മൾ ബ്രേക്ക് എടുത്തിരിക്കണം. അത് 50 minutes ബ്രേക്ക് എടുക്കാം, പിന്നെ ഒരു 30 minutes എടുക്കാം. അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 45 minutes എടുക്കാം. അല്ലാണ്ട് നമ്മൾ വിചാരിക്കണ പോലെ 70 minutes 60 minutes എടുക്കാൻ പോലെ അതിനൊരു വ്യക്തമായ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ബ്രേക്ക് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ സ്കോട്ട്ലാൻഡിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത്. ഇതിന് സ്കോട്ട്ലാൻഡിൻ്റെ സം ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ്. എനിക്ക് ഭയങ്കര സ്കോട്ട്ലാൻഡ് ഭയങ്കര പീസ്ഫുള്ളാണ്. ഇവിടുത്തെ ലാംഗ്വേജ് വ്യത്യാസമാണ്. ഇംഗ്ലീഷ് പോലെ തന്നെ സ്കോട്ടിഷാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പറയണമെന്ന് മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ 7 hours ഡ്രൈവിന് ശേഷം ടോട്ടൽ ഇന്നത്തെ നമ്മൾ 10 hours ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. പക്ഷേ നമ്മൾ 7 hours നമ്മൾ സ്കോട്ട്ലാൻഡിലേക്ക് ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 hours നമ്മൾ നാളെ മോർണിംഗ് ഡ്രൈവ് ചെയ്യാണ്ട്. അങ്ങനെ നമ്മൊരു ട്രക്ക് പാർക്ക് കിട്ടി. ഇവിടെ ട്രക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൊരു 7:50 നമ്മൾ അവിടെ എത്തി. ഇപ്പോൾ നമ്മൾ ടാക്കൂർ കാണാൻ പറ്റും 9 hours 40 minutes. അതായത് എനിക്ക് ഒരു മാക്സിമം 12 minutes കൂടെ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കഴിഞ്ഞാൽ വണ്ടി എന്തായാലും നമുക്ക് നിർത്തണം. അപ്പോൾ കറക്റ്റ് ഒരു പാർക്കിംഗ് കിട്ടി, നമ്മൾ അവിടെ നിർത്തി. പിന്നെ ഈ വണ്ടിയിൽ ഓവൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു ഗ്യാസ് സ്റ്റവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. അപ്പോൾ ഇത് എനിക്ക് പറഞ്ഞു യൂറോപ്പിലും മിക്ക വണ്ടിയിലും ഈ സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഫുഡ് കുക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടൊക്കെ. ഞാൻ ആദ്യമായിരുന്നു. അപ്പോൾ ഞാൻ നമുക്ക് പിന്നീട് ട്രക്ക് ഓവനിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളതിൽ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു ഇതിന് 3 പാത്രം ഉണ്ടായിരുന്നു, ചായ തിളപ്പിക്കാനും. പിന്നെ 3 സ്റ്റീൽ പാത്രം ഉണ്ടായിരുന്നു, ഒരു പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടായിരുന്നു. എനിക്കിതിന് ഏകദേശം ഒരു 25 pound 22 pound ഞാൻ സ്പെൻഡ് ചെയ്ത്. ഗ്യാസ് സ്റ്റവിന് 15 pound, പിന്നെ ഗ്യാസ് ക്യാനും അത് ഗ്യാസിന് മാത്രം ഒരു 11 pound സ്പെൻഡ് ചെയ്ത്. നിയർലി ഒരു 50 pound എല്ലാ സെറ്റും കിട്ടി. നമുക്ക് നല്ല പവർഫുൾ സാധനമാണ് കേട്ടോ. ഈസി, നമുക്ക് പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഗ്യാസ് ക്യാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് തീയ കത്തിക്കുന്നു, പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാധനം. കുറേ നാളെ ട്രൈ എന്ന് വിചാരിക്കണമായിരുന്നു. പക്ഷേ ഇപ്പം ട്രൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ അൺബോക്സിങ് വീഡിയോ ആയിട്ട് വിട്ടാണ് ജസ്റ്റ്. ഗ്യാസ് ക്യാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൊരു ലോക്ക് ഉണ്ട്, നമ്മളിപ്പോൾ വീഡിയോ കാണാൻ പറ്റും. ആ ലോക്ക് താഴ്ത്തി കഴിഞ്ഞാൽ ഗ്യാസ് അവിടെ ലോക്കാവും. ജസ്റ്റ് ലൈറ്ററൊന്നും വേണ്ട, തിരിച്ചാൽ മതി, ഓട്ടോമാറ്റിക്കാണ്, തീ വരും. അപ്പോൾ വണ്ടി നിലമ പുറത്ത് ചൂടാക്കിയിട്ട് ഇന്ന് ഫുഡ് മന്തിയാണ്. ഇന്നലെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. അങ്ങനെ അതും കഴിച്ച് കാലത്ത് നമ്മൾ അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടി എത്തി. നമ്മൾ നേരെ ലണ്ടനിലേക്ക്. പിന്നെ ലണ്ടനിലേക്ക്